if you turn to Job 22, നിങ്ങൾ ഇയ്യോബ് 22-ാം അധ്യായത്തിലേക്ക് തിരിച്ചാൽ, I'm sorry, 12, ക്ഷമിക്കണം, 12-ാം Job അധ്യായം 12 chapter and 22nd verse. ഇയ്യോബ് 12-ാം അധ്യായം 22-ാം വാക്യം. This is what Job discovered. ഇതാണ് ഇയ്യോബ് കണ്ടെത്തിയത്. Job 12:22. ഇയ്യോബ് 12:22. He discovereth deep things out of darkness, അവൻ അഗാധ കാര്യങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്താക്കുന്നു, and bringeth out to light the shadow of death. അന്ധതമസിനെ പ്രകാശത്തിൽ വരുത്തുന്നു. You know, when an X-ray picture is taken, ഒരു എക്സ്റേ പടം എടുക്കുമ്പോൾ sometimes doctors say, I see a suspicious shadow there. I don't know what that shadow is. ചിലപ്പോൾ ഡോക്ടർമാർ പറയും, ഇവിടെ ഒരു സംശയകരമായ നിഴൽ ഞാൻ കാണുന്നു. Is it some cancerous ആ growth? നിഴൽ എന്താണെന്ന് എനിക്കറിയില്ല. അത് എന്തെങ്കിലും ക്യാൻസറിന്റെ What does വളർച്ചയാണോ? God do? ദൈവം എന്താണ് ചെയ്യുന്നത്? He brings out to light the shadow of death. അവൻ മരണത്തിന്റെ നിഴലുകളെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നു. Now, is that happening? അത് സംഭവിക്കുന്നുണ്ടോ? Do you see some dangerous shadowy regions which God is bringing out to light? ദൈവം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന അപായകരമായ ഇരുണ്ട ഭാഗങ്ങളെ നിങ്ങൾ കാണുന്നുണ്ടോ? I don't know. എനിക്കറിയില്ല. I want every shadow in my life to be brought out. എന്റെ ജീവിതത്തിലെ എല്ലാ നിഴലുകളും പുറത്തു കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I don't want any suspicious ഒരു shadow. സംശയാസ്പദമായ നിഴലുകളും ഞാൻ Not ആഗ്രഹിക്കുന്നില്ല. a shade or a shadow between me and my Lord. എനിക്കും കർത്താവിനും മധ്യേ ഒരു തണലോ നിഴലോ ഞാൻ I ആഗ്രഹിക്കുന്നില്ല. don't care what anybody says. ആരെന്ത് പറഞ്ഞാലും ഞാൻ കാര്യമാക്കുന്നില്ല. When I am not right with God, I am not right with ഞാൻ God. ദൈവത്തോട് നിരപ്പല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് നിരപ്പല്ല. If there is some shadowy region in my life, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഇരുണ്ടതായ ഭാഗമുണ്ടെങ്കിൽ it is time for me to repent. പശ്ചാത്തപിക്കുവാൻ എനിക്ക് It സമയമായിരിക്കുന്നു. is time for me to humble myself. സ്വയം താഴ്ത്തുവാൻ എനിക്ക് But സമയമായിരിക്കുന്നു. oh, my beloved people, എന്നാൽ എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, the devil likes some hidden shadows in our hearts and families. പിശാച് നമ്മുടെ ഹൃദയത്തിലും കുടുംബത്തിലും മറഞ്ഞിരിക്കുന്ന നിഴലുകളെ ഇഷ്ടപ്പെടുന്നു. Sometimes, people are trying to hoodwink me. ചിലപ്പോൾ ആളുകൾ എന്നെ കബളിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. They don't tell all the truth. അവർ സത്യം മുഴുവനും പറയുന്നില്ല. Now, don't do that to a servant of God. ഒരു ദൈവദാസനോട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. Tell the whole truth. സത്യം മുഴുവനും പറയണം. Don't just tell the nice thing. എല്ലാ നല്ല കാര്യങ്ങൾ മാത്രം പറയരുത്. There is a great temptation to tell the nice things. നല്ല കാര്യങ്ങൾ പറയുന്നതിൽ ഒരു വലിയ ശോധനയുണ്ട്. No, my dear friend. ഇല്ല എന്റെ പ്രിയ സുഹൃത്തുക്കളെ, When you go to a doctor, you don't tell all the nice things you have eaten and all the nice times you have had. നിങ്ങൾ ഒരു ഡോക്ടറിന്റെ അടുക്കൽ പോകുമ്പോൾ നിങ്ങൾ കഴിച്ച നല്ല കാര്യങ്ങളെക്കുറിച്ചും നല്ല സമയങ്ങളെക്കുറിച്ചും നിങ്ങൾ പറയില്ല. Oh, you tell him the നിങ്ങൾ symptoms, നിങ്ങളുടെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് the പറയും. suspicion, സംശയങ്ങളെക്കുറിച്ചും the fear, ഭയങ്ങളെക്കുറിച്ചും those tremors, those aches, those strange ആ വിറയലുകളെക്കുറിച്ചും ആ നൊമ്പരങ്ങളെക്കുറിച്ചും വിചിത്രമായ വേദനകളെക്കുറിച്ചും. those are the things you want to tell your doctor. അതൊക്കെയാണ് നിങ്ങൾ ഡോക്ടറോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. I am a man that does not care for these pains and aches. ഈ വേദനകളും നൊമ്പരങ്ങളും ഞാൻ ശ്രദ്ധിക്കാറില്ല. So my doctors have a hard time with me. അതിനാൽ ഡോക്ടർമാർക്ക് എന്റെ കാര്യത്തിൽ വലിയ പ്രയാസമാണ്. Because കാരണം they say, come on, listen to your body. Tell us what is happening. അവർ പറയുന്നത് നിന്റെ ശരീരം പറയുന്നത് കേൾക്ക, എന്ത് സംഭവിക്കുന്നു എന്ന് ഞങ്ങളോട് I പറയുക. say, well, nothing much. I'm all right. ഞാൻ പറയും വലിയതായി ഒന്നുമില്ല, എനിക്ക് And കുഴപ്പമില്ല. it's very hard to treat patients like that. അതുപോലുള്ള രോഗികളെ ചികിത്സിക്കുന്നത് വളരെ My പ്രയാസമാണ്. wife എന്റെ says, ഭാര്യ പറയും,
come tell the doctor what is happening, how you really feel. ഡോക്ടറോട് എന്താ സംഭവിക്കുന്നതെന്ന് പറയൂ, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു He എന്ന്. brings to light all the shadows of death. എല്ലാ മരണത്തിന്റെ നിഴലുകളെ വെളിച്ചത്തിലേക്ക് അവൻ If you turn കൊണ്ടുവരുന്നു. to Psalm 64 നിങ്ങൾ 64 സങ്കീർത്തനത്തിലേക്ക് and the തിരിച്ചാൽ 12th verse. 12 വാക്യം. Psalm 64 and the 12th verse. 64 സങ്കീർത്തനം 12 വാക്യം. 12. What? There is no 12th verse in Psalm 64. 64 സങ്കീർത്തനത്തിൽ 12 That വാക്യമില്ല. is interesting. അത് രസകരമാണ്. That's happened for the first time in my life. അത് എന്റെ ജീവിതത്തിൽ ആദ്യമായി സംഭവിച്ചു. Let us turn to Psalm 69. നമുക്ക് 69 Maybe you സങ്കീർത്തനത്തിലേക്ക് will തിരിക്കാം. find that. And the second verse. അപ്പോൾ നിങ്ങൾ അത് അവിടെ കണ്ടെത്തും. 2 വാക്യം. I sink in deep mire, ഞാൻ ആഴമുള്ള ചേറ്റിൽ താഴുന്നു. where there is no standing. നിലയില്ലാത്ത ആഴമുള്ള I ചേറ്റിൽ, am come into deep waters, ആഴമുള്ള വെള്ളത്തിൽ ഞാൻ where മുങ്ങിപ്പോകുന്നു. the floods overflow me. പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു. Dear friends, പ്രിയ സുഹൃത്തുക്കളെ, the Lord Jesus Christ says the floods came കർത്താവായ യേശുക്രിസ്തു പറയുന്നു, and the നദികൾ stream പൊങ്ങി beat vehemently on the house, കാറ്റടിച്ച് ആ വീട്ടിൽ മേൽ അലച്ചു. but it fell not. അത് വീണില്ല. Why did it not fall, said Jesus? എന്തുകൊണ്ട് അത് വീണില്ല? Because it was founded on the rock. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ. See, the winds came and the storms blew, കാറ്റടിച്ചു, കൊടുങ്കാറ്റു അടിച്ചു, but could not shake it, എങ്കിലും അതിനെ കുലുക്കുവാൻ for കഴിഞ്ഞില്ല. it was founded upon a rock. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ. My dear friends, can I tell you, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് there പറയട്ടെ, is rough weather ahead. മുന്നിൽ മോശമായ കാലാവസ്ഥയാണുള്ളത്. Rough weather. മോശമായ കാലാവസ്ഥ. And how will you fare in that rough weather? ആ മോശമായ കാലാവസ്ഥയിൽ നിങ്ങൾ എങ്ങനെ മുന്നേറും? When the floods seem to overflow. വെള്ളപ്പൊക്കം നിങ്ങളെ കവിഞ്ഞൊഴുകുന്നത് പോലെ തോന്നുന്നു. That's how the psalmist described. അങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ And വിവരിച്ചത്. his feet were sinking in deep mire. അവന്റെ കാൽ നിലയില്ലാത്ത ചേറ്റിൽ താഴുകയായിരുന്നു. But what a contrast. പക്ഷെ എന്തൊരു വ്യത്യാസം! When the floods came, it could not shake it. വെള്ളപ്പൊക്കം വന്നപ്പോൾ അതിനെ കുലുക്കുവാൻ കഴിഞ്ഞില്ല. Founded on the rock. അതിന് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ, Founded in the truth of Jesus. യേശുവിന്റെ സത്യത്തിന്മേൽ അടിസ്ഥാനം ഇട്ടിരിക്കയാൽ, Walking with Jesus, living like Jesus. യേശുവിനോട് കൂടെ നടക്കുന്നത്, Can't shake it. യേശുവിനെ പോലെ ജീവിക്കുന്നത്, അതിനെ കുലുക്കുവാൻ കഴിയുകയില്ല. My beloved people, എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, fill your hearts with the word of God. നിങ്ങളുടെ ഹൃദയത്തെ ദൈവവചനം കൊണ്ട് നിറയ്ക്കുവേൻ. You know, I feel like a little child before this word. ഈ ദൈവവചനത്തിന് മുൻപേ ഒരു കൊച്ചുകുട്ടിയെ പോലെ എനിക്ക് തോന്നുന്നു. Show me a shallow person, ഒരു ആഴമില്ലാത്ത മനുഷ്യനെ and കാണിക്കൂ. I will show you one who does not go deep into the word of God. അവൻ ദൈവവചനത്തിൽ ആഴമായി ഇറങ്ങുന്നില്ല എന്ന് ഞാൻ കാണിക്കാം. You know, we are living horribly busy lives ഇന്ന് നാം today. വളരെ തിരക്കുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. I don't know how America is ever going to pay its debts. അമേരിക്ക എങ്ങനെ കടങ്ങൾ വീട്ടുമെന്ന് എനിക്കറിയില്ല. Of course, they are always a very hard-working, resourceful തീർച്ചയായും people. അവർ എപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്ന വിഭവ സമൃദ്ധമായ ആളുകളാണ്. But today they have a lot of leeches coming in. പക്ഷേ ഇന്ന് അവിടേക്ക് ധാരാളം ആളുകൾ വരുന്നുണ്ട്. Terrible people, you know, all they want to do is get the money out
and build a house in India ഭയങ്കര ആളുകൾ or something. അവർക്ക് വേണ്ടത് പണം കണ്ടെത്തി ഇന്ത്യയിൽ ഒരു വീട് പണിയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ ആണ്. This fellowship does not produce leeches. ഈ കൂട്ടായ്മ അട്ടകളെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. Please know that every young person here. ഇവിടെയുള്ള ഓരോ ചെറുപ്പക്കാരും അത് അറിഞ്ഞിരിക്കട്ടെ. This fellowship is meant to save nations. ഈ കൂട്ടായ്മ രാജ്യങ്ങളെ രക്ഷിക്കുവാനാണ്, To build and to plant, പണിയാനും നടാനും, but not to destroy. നശിപ്പിക്കുവാനല്ല. Send backsliders, people who don't even adjust their time and spend a little money to come to the സമയം retreats. പോലും ക്രമീകരിക്കാത്ത റിട്രീറ്റുകളിൽ പങ്കെടുക്കാൻ കുറച്ച് പണം ചെലവഴിക്കാത്ത പിന്മാറ്റക്കാരെ അയക്കുന്നു. And you have brought forth such people. അത്തരത്തിലുള്ള ആളുകളെയാണ് നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. What a horrible thing. എന്തൊരു ഭയങ്കരമായ കാര്യം. I say, ഞാൻ പറയുന്നു, I don't want anybody going out. You know, India is a land of great opportunity ആരും today. പുറത്തു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഇന്ത്യ വലിയ അവസരങ്ങളുള്ള ഒരു Millions നാടാണ്. of people are without the knowledge of Jesus. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് യേശുവിനെ കുറിച്ച് അറിവില്ല. There is room for you to build a school, to build a college, to be a professor, to be a teacher, ഒരു സ്കൂൾ and പണിയുവാനും, help ഒരു കോളേജ് thousands of പണിയുവാനും, people. ഒരു പ്രൊഫസർ ആകുവാനും, ഒരു ടീച്ചർ ആകുവാനും, ആയിരക്കണക്കിന് ആളുകളെ സഹായിക്കുവാനും ഇവിടെ അവസരമുണ്ട്. But എന്നാൽ the mindset of these boys and girls ഈ is ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മാനസികാവസ്ഥ പറയുന്നത്, better be a third-class citizen in America അമേരിക്കയിൽ മൂന്നാം തരം പൗരനാകുന്നതാണ് നല്ലത് than be a prince in India. ഇന്ത്യയിലെ ഒരു രാജകുമാരനാകുന്നതിനേക്കാൾ. Listen, ശ്രദ്ധിക്കൂ, I am not teaching patriotism. ഞാൻ ജന്മദേശ സ്നേഹമല്ല പഠിപ്പിക്കുന്നത്. The Lord Jesus said, "Go ye into all the world." ഭൂലോകത്തിലൊക്കെയും പോകുവിനെന്ന് കർത്താവായ യേശു പറഞ്ഞു. But എന്നാൽ not as a backslider, ഒരു പിന്മാറ്റക്കാരനായി അല്ല, not as a leech. ഒരു അട്ടയായി അല്ല. Go and win souls. പോയി ആത്മാക്കളെ നേടുവേൻ, Go and disciple the പോയി nation. ജാതികളെ ശിഷ്യരാക്കുവേൻ. How sad. എത്ര ദുഃഖകരം. That is why the Bible says, അതുകൊണ്ടാണ് the വേദപുസ്തകം Lord പറയുന്നത്, says, കർത്താവ് പറയുന്നത്, dig deep. ആഴമായി കുഴിക്കുവേൻ. So, there are people in this ഈ fellowship കൂട്ടായ്മയിൽ ആളുകളുണ്ട് who are not digging deep. ആഴമായി കുഴിക്കാത്തവർ. They are just all aglow over their academic achievement, അവരുടെ വിദ്യാഭ്യാസ നേട്ടങ്ങളിൽ അവർ തിളങ്ങുകയാണ്. professional achievements. തൊഴിൽപരമായ നേട്ടങ്ങളിൽ. You know, all of us have seen Brother Jay Singh. നാം എല്ലാവരും സഹോദരൻ ജയ്സിംഗിനെ കണ്ടിട്ടുണ്ട്. I don't know how many of you learnt humility from him. അദ്ദേഹത്തിൽ നിന്നും നിങ്ങളിൽ എത്ര പേർ താഴ്മ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. One of the big doctors of a big dean, one of the deans of a big college said to me ഒരു വലിയ കോളേജിന്റെ ഡീൻമാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, about Dr. Jay Singh. ഡോക്ടർ ജയ്സിംഗിനെ കുറിച്ച്, Oh, this man is something else. ഓ ഈ മനുഷ്യൻ വേറെ എന്തോ ആണ്. His expertise as a surgeon. ഒരു സർജൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം. And he was a Hindu doctor, അദ്ദേഹം ഒരു ഹൈന്ദവ ഡോക്ടർ ആയിരുന്നു. but he was a very knowledgeable person. എന്നാൽ അദ്ദേഹം വളരെ കാര്യബോധമുള്ള ഒരാളായിരുന്നു. But how many of you learned humility from Dr. Jay Singh? എന്നാൽ നിങ്ങളിൽ എത്ര പേർ ഡോക്ടർ ജയ്സിംഗിൽ നിന്നും താഴ്മ പഠിച്ചിരിക്കുന്നു? Dr. Jay Singh was one of those who dug deep. വളരെ ആഴമായി കുഴിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു ഡോക്ടർ ജയ്സിംഗ്. I praise God. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
Oh, our lives are getting more and more hectic. ഇന്ന് നാം വളരെ തിരക്കുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. As a matter of fact, വാസ്തവത്തിൽ to some people, getting leave is becoming so difficult. ഇന്ന് ആളുകൾക്ക് അവധിയെടുക്കുന്നത് പോലും വളരെ പ്രയാസമാകുകയാണ്. In the early days, some boys used to resign their jobs and come to the retreat when their leave application was turned down. ആദ്യകാലങ്ങളിൽ ചില ആൺകുട്ടികൾ ലീവ് അപേക്ഷ നിരസിക്കപ്പെടുമ്പോൾ ജോലി രാജിവെച്ച് റിട്രീറ്റിൽ വരുമായിരുന്നു. Now I don't advocate such അങ്ങനെ measures, ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. but എന്നാൽ the importance of sitting in the presence of God and searching our hearts by the word of God. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുകയും ദൈവവചനത്തിൽ ഹൃദയത്തെ പരിശോധിക്കുകയും ചെയ്യുന്നതിന്റെ പ്രാധാന്യത. Yeah, of course, today retreats like this are hardly possible in certain countries. ഇന്ന് ചില രാജ്യങ്ങളിൽ ഇതുപോലുള്ള ഒരു റിട്രീറ്റ് നടത്തുന്നത് മിക്കവാറും People അസാധ്യമാണ്. say, it's not possible, I cannot come. ആളുകൾ പറയുന്നത് അത് സാധ്യമല്ല, ഞങ്ങൾക്ക് വരുവാൻ One പറ്റില്ല. lady actually wrote to me, in my city, if I leave my house for one night, it'll be burgled. ഒരു സ്ത്രീ എനിക്ക് എഴുതി, എന്റെ നഗരത്തിൽ ഞാൻ ഒരു രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അത് കൊള്ളയടിക്കപ്പെടും. And so there are so many difficulties. അങ്ങനെ പല പ്രയാസങ്ങളുമുണ്ട്. But are we going to maintain our spiritual life? എന്നാൽ നാം നമ്മുടെ ആത്മീയ ജീവിതത്തെ നിലനിർത്തുമോ? Are we still going to be deep people? ആഴമുള്ള ആളുകളായി ജീവിക്കുമോ? Today nobody cares for death. ഇന്ന് മരണത്തെക്കുറിച്ച് ആരും കാര്യമാക്കാറില്ല. It is all a big show. എല്ലാം ഒരു വലിയ പ്രദർശനം. Friend, and I am fighting to keep this fellowship from becoming an organization. സുഹൃത്തുക്കളെ, ഈ കൂട്ടായ്മ ഒരു സംഘടന ആകാതിരിക്കുവാൻ ഞാൻ പോരാടുകയാണ്. You see, where one program succeeds another and one meeting follows another and the whole ഒരു rigmarole പരിപാടിക്ക് പിന്നാലെ goes മറ്റൊന്ന്, on. ഒരു യോഗത്തിന് പിന്നാലെ മറ്റൊന്ന്, ഇങ്ങനെ അസംഗത ചേഷ്ടകൾ എവിടെ That's an പോയിക്കൊണ്ടിരിക്കുന്നു? organization. അതൊരു സംഘടനയാണ്. It's like a ticking clock with a mechanism ഒരു inside. ഘടികാരത്തിലെ ടിക് ടിക് പോലെയാണ് ഇത്. അതിനുള്ളിൽ ഒരു സംവിധാനവുമുണ്ട്. It has no life. അതിന് ജീവനില്ല. It just ticks, 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 ticks. ടിക് 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 മാത്രം. Many people are very happy at the sound of that ticking. ആ ടിക് ടിക്കിന്റെ ശബ്ദത്തിൽ പലരും വളരെ സന്തുഷ്ടരാണ്. Oh, it's ticking smoothly. ഓ, അത് സുഗമമായി ടിക് I am ടിക് doing ചെയ്യുന്നു. a great job. ഞാൻ നന്നായി പ്രവർത്തിക്കുന്നു. No. ഇല്ല ഇല്ല ഇല്ല. When God comes down, ദൈവം ഇറങ്ങി വരുമ്പോൾ let me tell you that tick ceases. ആ ടിക്ക് നിലയ്ക്കും. There is a spiritual earthquake. ഒരു ആത്മീയ ഭൂകമ്പമുണ്ട്. You know, when earthquakes strike, the clock stops, ഭൂകമ്പം വരുമ്പോൾ most places. പല സ്ഥലങ്ങളിലും And they say, ഘടികാരം this നിലയ്ക്കും. is when the earthquake struck. അപ്പോൾ അവർ പറയും, ഇപ്പോഴാണ് ഭൂകമ്പം ഉണ്ടായത്. Now, when God comes, ദൈവം വരുമ്പോൾ it is something marvelous. അതൊരു വിശിഷ്ടമായ കാര്യമാണ്. It is not like our maneuvering and like mechanism. നമ്മുടെ ഗൂഢാലോചനയിലെ പ്രവർത്തനം പോലെയല്ല. Though today the church has become a mechanism. ഇന്ന് സഭ ഒരു യന്ത്രഘടന ആയിട്ടുണ്ടെങ്കിലും Oh, it's sad. അത് ദുഃഖകരമാണ്. I cannot be satisfied with any mechanism in the world. ലോകത്തിലെ ഏതൊരു യന്ത്രഘടനയുമായി തൃപ്തിപ്പെടുവാൻ എനിക്ക് കഴിയില്ല. I want Jesus. എനിക്ക് യേശുവിനെ വേണം. I want Him. എനിക്ക് അവനെ വേണം. I want Him moving നമ്മുടെ ഇടയിൽ amongst അവൻ us. ചലിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I don't care for electronic mechanisms or any mechanism. ഇലക്ട്രോണിക് പ്രവർത്തനമോ മറ്റേതെങ്കിലും യന്ത്ര പ്രവർത്തനമോ ഞാൻ കാര്യമാക്കുന്നില്ല. In Him I move അവനിൽ ഞാൻ ചലിക്കുന്നു. and have my being. എനിക്ക് എന്റെ അസ്തിത്വമുണ്ട്. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം.
Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Where do you want to നിങ്ങൾ be? എവിടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു? In a mechanism? ഒരു യന്ത്രഘടനയിലാണോ? In some little machine? ഒരു ചെറിയ യന്ത്രത്തിലാണോ? Oh, or do you want to be in Jesus? അതോ നിങ്ങൾ യേശുവിൽ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? Do you want to be in Him? നിങ്ങൾ അവനിലും And He in you? അവൻ നിങ്ങളിലും ആയിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? Oh, tell Him, അവനോട് പറയൂ, Lord, കർത്താവേ, I want your Spirit's work to be deep in my നിന്റെ heart. ആത്മാവിന്റെ പ്രവൃത്തി എന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Every shadow of death, എല്ലാ മരണത്തിന്റെ നിഴലുകളും, every questionable thing, സംശയാസ്പദമായ ഓരോ കാര്യവും, every inherited quality, പാരമ്പര്യമായി ലഭിച്ച ഓരോ സ്വഭാവങ്ങളും take it away. അത് എടുത്തു മാറ്റണമേ. Take it away. അത് എടുത്തു മാറ്റണമേ. Cleanse me, Lord. കർത്താവേ, എന്നെ കഴുകണമേ. Set me free. എന്നെ വിടുവിക്കണമേ. Oh, loving ഓ Father, സ്നേഹമുള്ള പിതാവേ, we want to walk with you. അങ്ങയോട് കൂടെ നടക്കുവാൻ ഞങ്ങൾ We want ആഗ്രഹിക്കുന്നു. you to move in us. അവിടുന്ന് ഞങ്ങളിൽ ചലിക്കണമെന്ന് ഞങ്ങൾ We ആഗ്രഹിക്കുന്നു. do not want any shadowy region. ഇരുണ്ട ഭാഗങ്ങൾ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. Cleanse us, Lord. ഞങ്ങളെ കഴുകണമേ കർത്താവേ. Make us whole. ഞങ്ങളെ പരിപൂർണരാക്കണമേ. Deliver us from all swollen head. ചീർത്ത തലകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. We don't want the earthly achievements or goals to inflate us. ഭൂമിയിലെ നേട്ടങ്ങളോ ലക്ഷ്യങ്ങളോ ഞങ്ങളെ ആവേശഭരിതരാക്കരുത്. Give to us humble spirit. ഞങ്ങൾക്ക് താഴ്മയുള്ള ആത്മാവ് Come, നൽകണമേ. Lord Jesus. കർത്താവായ യേശുവേ, Teach വരണമേ. us when the floods overflow us. ഞങ്ങളെ പഠിപ്പിക്കണമേ. വെള്ളപ്പൊക്കം ഞങ്ങളെ കവിഞ്ഞൊഴുകുമ്പോൾ We may remain unshaken. ഞങ്ങൾ അചഞ്ചലമായിരിക്കട്ടെ. Hear our prayer. ഞങ്ങളുടെ പ്രാർത്ഥന In കേൾക്കണമേ. Jesus' holy name. യേശുവിൻ വിശുദ്ധ നാമത്തിൽ Amen. ആമേൻ. And